ഹലോ ഗൈസ്, അപ്പോൾ 3-4 ദിവസമായി വീഡിയോ ഇട്ടിട്ട് അത് കുറേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഗ്യാപ്പായി പോയി. എന്നെ ഈ ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ട്, പരമാവധി ഞാൻ ഇടാൻ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് നിങ്ങൾ തമ്മിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ സ്റ്റാമിന, എല്ലാവർക്കും ഉള്ള പ്രശ്നം സ്റ്റാമിന. അത് പ്രത്യേകിച്ച് പൈസ കളിക്കുമ്പോൾ തീരെ സ്റ്റാമിന ഇല്ല. അപ്പോൾ അതിൻ്റെ കുറേ ടിപ്പുകൾ പൈസ കളിക്കുമ്പോൾ എങ്ങനെ സ്റ്റാമിന ഉണ്ടാക്കേണ്ടത് എന്നുള്ള വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഓടാണ്ട് പിടിക്കാണ്ട്, നമ്മൾ പൊതുവെ നമ്മളൊരു കോച്ചോ എങ്ങനെ ഇതാണെങ്കിൽ മാക്സിമം ഓടണം, മാക്സിമം കുറേ ഡ്രിൽസ് അങ്ങനത്തെ അതെല്ലാം സ്റ്റാമിന ബിൽഡ് ചെയ്യാനുള്ള അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് മാത്രം ചെയ്താൽ പോരാ. നമ്മൾ അതിന് മുമ്പ് നമ്മൾ ഓടാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യം എന്തെല്ലാം നമുക്ക് നോക്കാം. വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഒരു സ്റ്റാമിന ഇല്ലെങ്കിലും ഉള്ള സ്റ്റാമിന വർദ്ധിപ്പിക്കാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂക്ക് കൊണ്ട് ശ്വാസം വലിക്കുക. അതാ പറഞ്ഞാൽ നമ്മൾ പൊതുവേ വായു കൊണ്ട് നമ്മളെപ്പോഴും ഓടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് വായു കൊണ്ട് ഭയങ്കര ശ്വാസം വലിക്കുക. വായു കൊണ്ട് വലിക്കുമ്പോൾ നമുക്ക് കുറേ കാറ്റുള്ളിൽ കയറും. പക്ഷെ കാറ്റുള്ളിൽ കയറിയാൽ നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടാവും. ശ്വാസം മുട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മതിയായ ഓക്സിജൻ ലെവൽ കിട്ടാത്തതുകൊണ്ടാണ്. ഓക്സിജൻ ലെവൽ നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റുക മൂക്കിലോട്ടിയാണ്. വായിലോട്ട് അധികം ഓക്സിജൻ ലെവൽ നമുക്ക് കിട്ടുക, അധികം കാർബൺ ഡയോക്സൈഡും പല സാധനങ്ങളും കയറി വരും. അപ്പം പക്ഷേ മൂക്കിലോട്ട് കയറുന്നതിൽ 20% ഒരു നമ്മളെ ഓക്സിജൻ തന്നെ ഉള്ളിൽ കയറി വരിക. അപ്പം നമ്മൾ പരമാവധി നമ്മൾ കളിക്കും തോറും നമ്മൾ അങ്ങ് ചത്ത് ഇതായി കഴിഞ്ഞിട്ടല്ല പറയുന്നത്. നമ്മൾ കളിക്കുമ്പോൾ തന്നെ നമ്മൾ മൂക്കിൽ തന്നെ ശ്വാസം വലിച്ച് കളിച്ച് നിങ്ങൾ റെഡിയായി നമ്മൾ ശീലാക്കി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഉള്ളതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു സ്റ്റാമിന ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ്, നമ്മളെ സ്ലീപ്പ്, നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മളെ സാധാരണ ഡെയിലി റൊട്ടീൻസ് ഇല്ല, അത് നമ്മളെ സ്റ്റാമിനയെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഓടിയോ പിടിച്ചാലൊന്നും പോരാ. നമ്മൾ നല്ലോണം കുടിക്കുന്ന വെള്ളം മുതൽ നമ്മൾ ഉറക്കം വരെ നമ്മളെ സ്റ്റാമിനയെ ബാധിക്കും. നമ്മൾ ഡെയിലി ഒരു 7-8 മണിക്കൂർ എന്തായാലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. അതുമാത്രമല്ല നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് അതെല്ലാം ഒഴിവാക്കിയിട്ട് നല്ല ന്യൂട്രിയൻ അടങ്ങിയ ഫുഡ്സ് അതെല്ലാം ഡെയിലി നിങ്ങൾ റൊട്ടീനായിട്ട് കൊണ്ടുവരും. നിങ്ങൾക്ക് നല്ലൊരു പ്ലെയർ ആണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കളിക്കാൻ വന്നത് അങ്ങനത്തെ കുട്ടികളെ നിങ്ങൾ കാണുന്നെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയല്ല പറയുന്നത്. നല്ലൊരു പ്ലെയർ ആണോ, ഭാവിയിൽ എനിക്കൊരു നല്ല ഫുട്ബോളിൽ ഒരു നല്ലൊരു കരിയർ ഉണ്ടാകുന്നതാണെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. ഞാൻ പറഞ്ഞ് ഫോണെല്ലാം മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലോണം ഉറങ്ങണം. ഉറങ്ങിയിട്ട് നല്ല ഫുഡ് കഴിക്കണം. ഈ ഫാസ്റ്റ് ഫുഡ്സ് നിങ്ങൾ ഒഴിവാക്കണം. ഈ 2 കാര്യങ്ങൾ അല്ലാണ്ട് ഒരു കാര്യം കൂട്ടിയുണ്ട്. മൂന്നാമത്തെ കാര്യം നമ്മൾ ബ്രീത്ത് വർക്ക് ചെയ്യണം. ബ്രീത്ത് വർക്ക് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പൊതുവേ നിങ്ങൾ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്, നമ്മൾ ഫുട്ബോൾ കളിക്കാരെന്നല്ല, ഏത് കളിക്കാരാണെങ്കിലും ഏത് ഈ സ്റ്റാമിനയിൽ ബന്ധപ്പെട്ട ഏതൊരു കളിയാണെങ്കിലും അവർ വലിയ പ്ലെയേഴ്സ് എല്ലാം ചെയ്യുന്ന കാര്യങ്ങളെ ബ്രീത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻഹെയിൽ എക്സെയിൽ. നമ്മൾ ശ്വാസം വലിച്ച് പിടിച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, അത് വിട്ട് കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അത് നമുക്ക് പറ്റുന്നത്ര ഒരു 5 to 10 മിനിറ്റ്സോ ഇല്ലെങ്കിൽ ഹാഫ് ആൻ അവർ, നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്ന അത്ര ഒരു ഡെയിലി ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല. അതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രീത്ത് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യേണ്ട കപ്പാസിറ്റി നമുക്ക് മാക്സിമം കൂടി കിട്ടും. നമ്മൾ ഓടുമ്പോൾ ഓടി നമുക്ക് ആ കപ്പാസിറ്റി കുറയുമ്പോൾ നമ്മളെ ലങ്സിൻ്റെ കപ്പാസിറ്റി കുറയുമ്പോൾ നമുക്ക് ഈ സ്റ്റാമിന ഇല്ലാത്ത പോലെയും ശ്വാസം മുട്ടുന്ന പോലെയും തോന്നുന്നു. പക്ഷേങ്കിൽ നമുക്ക് ആ ഒരു കപ്പാസിറ്റി എടുത്തെടുക്കാൻ ഈ ഒരു വർക്ക് നമ്മളെ വികസിപ്പിച്ചെടുക്കാൻ ഇത് നമ്മളെ നല്ലോണം സഹായിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു 3 കാര്യം നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു മാറ്റം സ്റ്റാമിനയിൽ ഉണ്ടാവും. അതിൻ്റെ അപ്പുറം നിങ്ങൾ സാധാരണ ഫിസിക്കലായിട്ടുള്ള വർക്കൗട്ട്സും കൂടുതൽ ചെയ്യണം. ഇത് മാത്രം ചെയ്താലും കിട്ടില്ല, പക്ഷേങ്കിൽ ഇതും കിട്ടും. ഇതും ഒരു 30% സ്റ്റാമിന ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഷെയർ ചെയ്യണം. നിങ്ങളെ കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്യണം.